ഞാനിപ്പോൾ കാസർഗോഡ് ചെറുവത്തൂരിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 38 ദിവസമായി നടന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സെമി ഫൈനൽ മുതലുള്ള ദിവസങ്ങളിൽ വലിയ ബിഗ് സ്ക്രീനിലാണ് ഈ ചെറുവത്തൂരിൽ ഈ ലോകകപ്പ് ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വലിയ ബിഗ് സ്ക്രീനിൽ ഇത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ അതിന്റെ മുന്നോടിയായി ഒരു ഷൂട്ട് ഔട്ട് മത്സരം നടക്കുകയാണ്. സ്പാർക്ക് ചെറുവത്തൂരും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് ഈ ബിഗ് സ്ക്രീൻ പ്രദർശനം. അപ്പോൾ നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെയൊക്കെ വലിയ ആവേശത്തിലേക്ക് ചെറുവത്തൂരിലും കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഇതാ ചെറുവത്തൂരിൽ നടക്കുന്ന ഈ ഒരു ഷൂട്ട് ഔട്ട് മത്സരമാണ് നടക്കുന്നത്. നമുക്ക് കാണാം, ചെറിയ കുട്ടികളടക്കം ഇതിൽ പങ്കെടുക്കുന്നു. ഒരു ചെറിയ ടയറിനകത്തേക്ക് ബോൾ കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. ഒരു നൂലിഴ വ്യത്യാസത്തിലുള്ള സ്പേസിൽ കൂടി മികച്ച താരങ്ങൾ നമുക്ക് ഈ ലോകകപ്പിൽ ഗോൾ അടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അൽവാരസിൻ്റെയൊക്കെ ഒരു ഗോളില്ലേ, അപ്പോൾ അതുപോലെ അത്രയും മികവുണ്ടെങ്കിലാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ ബോൾ എത്തിക്കാൻ പറ്റുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ട ഗോളുകളുടെയൊക്കെ ഒരു ആവേശത്തിലാണ് ഈ മത്സരം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. കൃത്യം 12:30 മത്സരം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ആളുകൾ നിറയുമെന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ആര് കപ്പടിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും ഉയരുന്നത്. അപ്പോൾ നമുക്ക് ഫാൻസിലേക്കൊന്ന് പോയാലോ, ഫാൻസിലേക്ക് പോവാം. അപ്പോൾ കൂടുതലും കാണുന്നത് അർജന്റീനയുടെ ജേഴ്സിയാണ്. അർജന്റീന സ്പെയിൻ മത്സരമാണെങ്കിലും അർജന്റീനയുടെ ജേഴ്സിയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എന്താ പ്രതീക്ഷ? പ്രമുഖനായ അർജന്റീനൻ ആരാധകനാണ്. തീർച്ചയായും ഞാൻ കടുത്ത അർജന്റീന ആരാധകനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരമൊക്കെ ഞാൻ കണ്ടത് അതേ ഒരു ആവേശത്തോടെയാണ്. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമുക്ക് കേരളയിലെ മനു ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു മനുവിനെതിരെ സിജുവിനെ ഇറക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് ലയണൽ മനുവിനെതിരെ സിജുവിനെ ഇറക്കും മനുവിനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കടുത്ത നിരാശയിലാണ്. പക്ഷേ മനുവിനിപ്പോ ബ്രസീൽ പരാജയപ്പെട്ടതിന് ശേഷം അർജന്റീനക്കെതിരെ വരുന്ന ടീമുകളാണ് ഇപ്പോൾ മനുവിന്റെ ടീം. ഏതായാലും ഇന്നും മനു നിലകൊള്ളുന്നത് മിക്കവാറും സ്പെയിനിന് വേണ്ടിയായിരിക്കും എന്നുള്ള കാര്യം. മനു ഓരോ ദിവസം ഓരോ ടീമായിരുന്നു. ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോൾ പോർച്ചുഗലായി, ഇടയ്ക്ക് ഈജിപ്റ്റായി, ഇടയ്ക്ക് ഇംഗ്ലണ്ടായി, അങ്ങനെ പല 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 ടീമുകളായി മാറി ഇപ്പോൾ ഒടുവിൽ സ്പെയിനിൽ. നേരത്തെ കോഴിക്കോട് നിന്ന് ഇങ്ങനെ സ്പെയിൻ ആരാധകനെ തിരക്കി ഇങ്ങനെ മനു നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ ബ്രസീൽ ആരാധകരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അർജന്റീനക്കെതിരെ ആരാണോ മത്സരിക്കുന്നത് അതാണ് അവരുടെ ടീം എന്നുള്ളതാണ്. പക്ഷേ അർജന്റീന ആരാധകർ എന്ന് പറയുന്നത് സ്വന്തം ടീമിന് വേണ്ടി, സ്വന്തം ടീം ജയിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നിലകൊള്ളുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ശരത്തേട്ടൻ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വർഷങ്ങളായി അർജന്റീന ആരാധകനാണ്. കഴിഞ്ഞ ലോകകപ്പ് വരെ വളരെ നിരാശയും ദുഃഖവും കണ്ണീരുമെല്ലാം അങ്ങനെ വലിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് അർജന്റീന ആരാധകർ. പക്ഷേ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും അർജന്റീനയുടെ ആരാധകൻ എന്ന രീതിയിൽ ഞാൻ നിരാശപ്പെടുകയോ മറ്റേതെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം. നമ്മൾക്ക് അവരോട് ചോദിക്കാം. ഒരു നിമിഷം എനിക്ക് വേണം അവരോട് ചോദിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ മനു കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഇപ്പോൾ കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്ന് സിജു കണ്ണനും കോഴിക്കോട് നിന്ന് മനുവും ചേരുന്നുണ്ട്. മനു, സിജു പറഞ്ഞതെന്താ വെച്ചാൽ അടിയുറച്ച അർജന്റീനൻ ആരാധകനാണ് സിജു കണ്ണൻ, യാതൊരു സംശയമില്ല. അത് ജയിച്ചാലും തോറ്റാലും. ഇപ്പോൾ കാണുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വന്തം ടീമുകൾ തോക്കുമ്പോൾ അടുത്ത ടീമിലേക്ക് കയറുക, ആ ടീം തോക്കുമ്പോൾ അതിനടുത്ത ടീമിലേക്ക് കയറുക. അങ്ങനെ ആരെങ്കിലും ഒരാൾ അർജന്റീനയെ തോൽപ്പിക്കുമോ എന്ന് കരുതി പല ടീമുകളുടെ ആരാധകരായി മാറിയ മലയാളികളുടെ പ്രതിനിധികൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സിജു അതാണ് സൂചിപ്പിച്ചു. ഒരു ഒളിയമ്പ് അതിനകത്തുണ്ട്. മനുവിനെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ സിജു അത് പറഞ്ഞു വെച്ചു. രണ്ടുപേരും സ്ക്രീനിലുണ്ട് കേട്ടോ, അവിടെ നിൽക്കണേ. മറുപടി കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകില്ലേ,
ആ അവസ്ഥ അവിടെ ഇതാ എല്ലാം കുളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഗംഭീര ആഘോഷമാണ് നടക്കുന്നത്. എനിക്ക് അവിടെ പറയുന്ന ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല, വേറെ ഒന്നും കൊണ്ടുമല്ല. അത്രമാത്രം ആവേശവും അത്രമാത്രം ആരവമാണ് ഇവിടെ കേൾക്കുന്നില്ലേ. ഈ വിസിലടിയും ബഹളവും ഒക്കെ കേൾക്കുന്നില്ലേ. അർജന്റീനയുടെ കൊടിയേറ്റാണ് ഇവിടെ ആരാധകർ ആവേശമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ. എന്നെയൊക്കെ ഇതാ കുളിപ്പിക്കുകയാണ്. ആരോ പറഞ്ഞു ഞാൻ ബ്രസീലിന്റെ ആരാധകരാന്ന് ആരോ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ കാണുന്നു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടാവും കളി? മെസ്സി അടിക്കോ? അപ്പോൾ ഇങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള ഫാൻ ബേസ് ആണ്. സത്യം പറഞ്ഞാൽ ഫൈനൽ നടക്കുന്നത് അവിടെയാണെങ്കിലും അതിന്റെ ആവേശം മുഴുവൻ ഇവിടെയാണ്. അമ്മാതിരി ഓളമാണ്. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ഈ ചെറിയ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞാണ്. വലിയ തിരിച്ചറിവ് മനുവിനുണ്ടായിരിക്കുകയാണ്. അർജന്റീനൻ ആരാധകരുടെ ഒരു ആഴവും പരപ്പും ദാ മനു ആദ്യമായി മനസ്സിലാക്കിയിരിക്കും. പക്ഷെ നമ്മൾ ചോദിച്ചതിലൊക്കെ പുള്ളിക്ക് കമ്പിളിപ്പതപ്പാണ്, അതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും മറുപടി പറഞ്ഞിട്ടുമില്ല. സിജു ഒരു നിമിഷം ദാ അവിടെ എന്തോ ഒരു നിമിഷം. ശരത്തേട്ടൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ ആലോചിച്ചത്. ബ്രസീൽ ആരാധകരാണ് മനുവോട് നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചത്. ബ്രസീൽ പരാജയപ്പെട്ടതിന് ശേഷം മറ്റ് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അർജന്റീനക്കെതിരെ നിലകൊള്ളുന്ന കാര്യമാണ്. ആ കാര്യം പറയുമ്പോൾ മനു കമ്പിളിപ്പുറപ്പ് ലൈനാണ്. ഏതായാലും പോട്ടെ, മനു കോഴിക്കോട്ടെ ഫുട്ബോൾ ആവേശത്തിൻ്റെ ഭാഗമായാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ച് ദ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന ഒരു സന്ദേശം നെഞ്ചേറ്റിക്കൊണ്ടാണ് ഇത്തവണ ഈ ലോകകപ്പിന് നേരിട്ടത്. കാരണം കഴിഞ്ഞ കാലയളവിൽ മെസ്സിക്ക് ഒരു ലോകകപ്പില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ആ ലോകകപ്പില്ല എന്നൊരു വിഷമം 2022 അത് ആ വിഷമം മാറിക്കിട്ടി. അതിനുശേഷം ഇത് ആഘോഷിക്കാൻ വേണ്ടിയുള്ളൊരു വേൾഡ് കപ്പാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ച്. അത്തരത്തിലൊരു ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു അർജന്റീനയുടെ ആരാധകൻ എന്ന നിലയിൽ ഞാനും. പക്ഷേ ഒരു അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ലോകകപ്പിൽ നമ്മൾ കണ്ട മത്സരങ്ങളിൽ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മത്സരങ്ങളെല്ലാം അർജന്റീനയുടെ മത്സരങ്ങളായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് അത് കൃത്യമായി ഓരോന്നും